ഞങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. UDFും LDFും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തികൾ, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ LDF രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വർഗീയവൽക്കരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വൃഥാശ്രമങ്ങളാണ് നടത്തുന്നത്. മുഖ്യമന്ത്രി ഏതായാലും ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം ഞങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭരണവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ട 7 പ്രധാന ചോദ്യങ്ങൾ ഉയർത്തിയ ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു, അദ്ദേഹം നിലമ്പൂരിലെ പ്രചരണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ 7 ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയണം. നമുക്കറിയാം, നിലമ്പൂർ ഉൾപ്പെടെ മലയോര പ്രദേശം കേരളത്തിലുണ്ട്. മലയോര ജനത വലിയ ദുരിതങ്ങളെ നേരിടുകയാണ്. വ്യാപകമായ വന്യജീവി ആക്രമണമാണ്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ 1000-ലധികം പേർ കൊല്ലപ്പെടുകയും 8000-ലധികം പേർക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ കിടക്കുകയും ചെയ്യാണ്. ഇവരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. ഈ വർഷമായപ്പോഴേക്കും വന്യജീവി ആക്രമണം രൂക്ഷമായി വർദ്ധിക്കുകയാണ്. പരമ്പരാഗതമായി ചെയ്യുന്ന പ്രതിരോധ സംവിധാനങ്ങളോ ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളോ ചെയ്യാതെ എന്തുകൊണ്ട് ഗവൺമെന്റ് നിഷ്ക്രിയത്വം പാലിക്കുന്നു? കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ടായിട്ട് പോലും വന്യജീവി ചീഫ് വൈൽഡ് വാർഡനെ, മനുഷ്യജീവനെ അപകടകാരികളാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ടായിട്ടും എന്തുകൊണ്ട് അത് ഉപയോഗിക്കാതെ, എന്തുകൊണ്ടാണ് നിഷ്ക്രിയത്വം ഈ ഗവൺമെന്റ് വന്യജീവി ആക്രമണ കാര്യത്തിൽ മുഖമുദ്രയായി എടുക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഒരു ധനപ്രതിസന്ധിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടാണ് രണ്ടാമത്തെ ചോദ്യം. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് ആശുപത്രികളിൽ മരുന്നില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് മാവേലി സ്റ്റോറിൽ സബ്സിഡി കൊടുക്കുന്ന സാധനങ്ങളില്ല. ആശുപത്രികളിൽ കാരുണ്യ പദ്ധതി നിലച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ഷേമനിധി ബോർഡുകൾ വലിയ പ്രതിസന്ധിയിൽ 2500 കോടിയാണ് ക്ഷേമനിധികളിൽ നിന്ന് പാവപ്പെട്ടവൻ അംശാദായ അടയ്ക്കുന്ന തുക സർക്കാർ കൊണ്ടുപോയത്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും കോടികളാണ് ഈ സർക്കാർ കൊടുക്കാനുള്ളത്. വലിയ ബാധ്യത, ഒരു സർക്കാരും വരുത്തിവെക്കാത്ത സാമ്പത്തിക ബാധ്യത വരുത്തിയ ഈ സർക്കാർ ഇലക്ട്രിസിറ്റി ബോർഡിനെയും KSRTCയെയും സപ്ലൈകോയെയും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെയൊക്കെ തകർത്തു. 3 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 4ാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടാൻ ശ്രമം നടത്തുന്നു. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷമായി അവരുടെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. പ്ലാനിൽ ഒറ്റ സംസ്ഥാനമാണ് ഇന്ത്യയിലുള്ളത്. 3 വർഷമായി പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള അലോക്കേഷൻ വർദ്ധിപ്പിക്കാത്ത ഏക സംസ്ഥാനം. മാത്രമല്ല, പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പ്ലാൻ ഫണ്ട് ഗണ്യമായ വെട്ടിക്കുറവ് വരുത്തി. 500 കോടി പട്ടികജാതിക്കാരുടെയും 112 കോടി പട്ടികവർഗക്കാരുടെയും ആ കുറവ് വരുത്തിയിരിക്കുക. ലെംസൺ ഗ്രാൻഡും ഗ്രാൻസും കിട്ടാതെ കുട്ടികൾ പഠിത്തം നിർത്തുകയാണ്. എന്തിനാണ് നിങ്ങൾ ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളോട്, ആ ജനങ്ങളോട്, ആ ജനവിഭാഗത്തോട് ഇത്രമാത്രം ക്രൂരമായി പെരുമാറുന്നത്? 4ാമത്തെ ചോദ്യം, സർക്കാരിന്റെ നേട്ടമായി കൊട്ടിഘോഷിച്ച നാഷണൽ ഹൈവേ 150-ൽ പരം സ്ഥലങ്ങളിൽ തകർന്നു വീണിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവിടെ അഴിമതി ഉണ്ടായിട്ടും ക്രമക്കേടുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതിയില്ല എന്ന് പറയുന്നത്? ഡൽഹിയിൽ പോയ നിങ്ങൾ കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ സമ്മാനപ്പെട്ടി കൊടുത്ത് പൊന്നാട അണിയിച്ച് കേന്ദ്രമന്ത്രി ആദരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ BJPയെ ഭയന്ന് എന്തുകൊണ്ടാണ് ദേശീയപാതയിലെ ക്രമക്കേട് BJPയും CPMും തമ്മിൽ ബാന്ധവമുള്ളത് കൊണ്ടാണോ അത് സംസ്ഥാന സർക്കാർ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത്? അതാണ് ചോദ്യം. 5ാമത്തെ ചോദ്യം, ആശാ വർക്കർമാരോട് ക്രൂരമായി പെരുമാറുന്നു. മുതലാളിത്ത മനോഭാവമാണ്. അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കില്ല എന്ന് മാത്രമല്ല,
മന്ത്രിമാരടക്കമുള്ള CPM നേതാക്കന്മാർ എന്തിനാണ് അവരെ അപമാനിക്കുന്നത്? നിങ്ങൾ എന്നാണ് മുതലാളിമാരായത് ഈ പാവപ്പെട്ട തൊഴിലാളികളോട്? നിങ്ങൾ PSC ചെയർമാന്റെ ശമ്പളം 4 ലക്ഷത്തിലധികമായി വർദ്ധിപ്പിച്ചു. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റാണ്. 3,80,000 രൂപ നിങ്ങൾ PSC മെമ്പറിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചു. അവരുടെ പെൻഷൻ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ വർദ്ധിപ്പിച്ചു. നിങ്ങളുടെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സിലുള്ള PSC ചെയർമാന്റെയും മെമ്പർമാരുടെയും ശമ്പളവും പെൻഷനും നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം 12 പേരാണ്. ഒരു മാസത്തെ ചെലവ് 80 ലക്ഷം രൂപയാണ്. ഞാൻ ഇടുന്ന ഒരു പോസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു പോസ്റ്റും മുഖ്യമന്ത്രി ഇടുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും പ്രതിപക്ഷ നേതാവ് ഇടുന്ന അത്ര തന്നെയുള്ളൂ. എനിക്കൊരു ചെലവില്ലല്ലോ, എനിക്കൊരു ചെലവില്ല പോസ്റ്റ് ഇടാൻ. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു മാസം 80 ലക്ഷം രൂപ ചെലവാക്കുന്നത്? എന്തിനാണ് അവരുടെ ശമ്പളം വീണ്ടും കൂട്ടിക്കൊടുത്തത്? ഇപ്പോൾ കൂട്ടിക്കൊടുത്തു, വീണ്ടും കൂട്ടിക്കൊടുത്തു. അപ്പോൾ PSCക്കാർക്ക് കൊടുക്കാം, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഒരു പോസ്റ്റോ 2 പോസ്റ്റോ ഒരു ദിവസം ഇടുന്നവർക്ക് 80 ലക്ഷം ശമ്പളം കൂട്ടിക്കൊടുക്കാം. ആശാ വർക്കർമാർക്ക് കൊടുക്കില്ല എന്ന വാശി നിങ്ങളെ എന്തിനാണ് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത്? 6ാമത്തെ ചോദ്യം, നിങ്ങൾ റബ്ബറിന് 250 രൂപ തറവില കൊടുക്കാം എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട് നിങ്ങളത് കൊടുക്കുന്നില്ല? നെല്ല് സംഭരണം പാളിയത് എന്തുകൊണ്ട് ശരിയാക്കുന്നില്ല? നാളികേര സംഭരണം എന്തുകൊണ്ട് നടക്കുന്നില്ല? കർഷകർ സങ്കടത്തിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർഷകരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കാത്തത്? 7ാമത്തെ ചോദ്യം, കേരളം ലഹരി മരുന്ന് ഹബ്ബാക്കിയതിന്റെ ഉത്തരവാദിത്തം, രാഷ്ട്രീയ രക്ഷാകർതൃത്വം, പൊളിറ്റിക്കൽ പേട്രണേജ് ലഹരി മാഫിയയ്ക്ക് കൊടുത്ത നിങ്ങളുടെ പാർട്ടിക്ക്, ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും സർക്കാരിനുമല്ലേ? കേരളത്തെ ലഹരി മരുന്നിന്റെ ആസ്ഥാനമാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്തം ഈ സംസ്ഥാന ഗവൺമെന്റിനില്ലേ? ഈ 7 ചോദ്യങ്ങൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അല്ല, നിലമ്പൂർ ഇലക്ഷൻ വന്നപ്പോഴാണ് കേന്ദ്രത്തിന്റെ നിയമമാണ് കുഴപ്പമെന്ന് ഇപ്പൊ ആദ്യമായിട്ട് പറയുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. ആ നിയമത്തിൽ ഞങ്ങളുടെ മെമ്പർമാർ പാർലമെന്റിൽ ഈ വിഷയം സംസാരിച്ചു. അതിന് കിട്ടിയ